ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പം നിങ്ങൾ കരുതും ഇവളുടെ എന്താ എല്ലാം തട്ടിക്കൂട്ട്, എല്ലാ ഐറ്റംസും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഐറ്റംസ് വെച്ചാക്കുന്നതിന് തട്ടിക്കൂട്ടെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് സാമ്പാർ ആക്കണം എന്നൊരാഗ്രഹം. ഇപ്പോൾ വൈകുന്നേരമാണ് സമയം. ഞാനിങ്ങനെ ബാൽക്കണിയിലേക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദോശയും സാമ്പാറും കഴിച്ചാലോ രാത്രിയും ഓർത്തു. അപ്പോൾ പരിപ്പും ക്യാരറ്റും ഉള്ളിയും കൂടെ ഞാൻ കുക്കറിൽ വെച്ച് വിസിലാക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ തക്കാളിയും വെണ്ടയും വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ അമ്മ പറഞ്ഞ ഐഡിയ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചക്കറികളൊക്കെ നല്ല മനോഹരം അല്ലെങ്കിലും അത്യാവശ്യം മുശലത്തെ രീതിക്ക് കട്ട് ചെയ്ത് വെച്ചു. അത് വഴറ്റുന്നതിനോടൊപ്പം തന്നെ വിസിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കുക്കർ. ഇത് വൈകുന്നേരത്തെ സ്നാക്സാണ് കേട്ടോ. നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പറശ്ശിനിക്കടവിൽ പോയി അവർക്കറിയാം ഈ ഒരു സാധനം. അവിടെ ചെറുപയറായിട്ട് ഇങ്ങനെ കിട്ടും, മെൻപയറായിട്ട് കിട്ടും. പിന്നെ ഞാൻ തേങ്ങ വറുത്തിട്ട് അരച്ചതാണത്. കുക്കർ വിസിലാക്കിയിട്ട് എൻ്റെ ഗ്യാസ് മൊത്തം അലമ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനത് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ അതിൽ ഉരുളക്കിഴങ്ങിട്ടിട്ട് വിസിൽ വെച്ചു. പിന്നെ അതൊന്ന് വെന്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുരിങ്ങ ഇട്ടിട്ട് വിസിലാക്കി. പക്ഷേ മുരിങ്ങ ഇട്ടിട്ട് വിസിലാക്കണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ മുരിങ്ങയൊക്കെ ഉടഞ്ഞുപോയി. പിന്നെ ഞാൻ വിസിലെടുത്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചു. എല്ലാം വറവ് തേങ്ങയും ഒക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. ഇതാണ് എൻ്റെ തിളച്ച് മറിയുന്ന സാമ്പാർ. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ.